ഗൈസ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ജാനുവരിയിൽ തുടങ്ങി ഫെബ്രുവരി 26 ശിവരാത്രി വരെ നീണ്ടു നിന്ന മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ്. ഈ അത്ഭുതത്തിൽ പങ്കെടുക്കാൻ ഒരവസരം എനിക്കും കിട്ടി. ഞാനും എന്റെ സഹോദരനും ഒരു യാത്ര മഹാകുംഭ നഗരിയിലേക്ക്. അതാണ് ഇന്നത്തെ വീഡിയോ. വളരെ അപ്രതീക്ഷിതമായ ഒരു യാത്രയായിരുന്നു ഇത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റുമെന്ന്. വെറും ഒരാഴ്ചത്തെ പ്ലാനിങ് മാത്രം. ടിക്കറ്റ് ബുക്ക് ചെയ്തു, വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആവുമോ എന്നുറപ്പില്ല. യാത്രയുടെ അതേ ദിവസം ടിക്കറ്റ് കൺഫേം ആയില്ല. RAC കുഴപ്പമില്ല, ഈ പുണ്യ യാത്രയിൽ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം എന്ന് മാത്രം ചിന്ത. അങ്ങനെ യാത്രയായി ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും കുംഭനഗരിയിലേക്ക്, മഹാകുംഭമേളയിലേക്ക്. യാത്രകളിൽ അതിമനോഹരമായ കാഴ്ചകൾ കാണും. മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും കാടുകളും മരുഭൂമി പോലുള്ള ഉണങ്ങിയ പുൽച്ചെടികളും ഇതൊക്കെയായിരുന്നു നോർത്തിലേക്കുള്ള യാത്രയിലെ മനോഹാരിത. അങ്ങനെ 2 ദിവസത്തെ ട്രെയിൻ യാത്രകൾക്ക് ശേഷം പുണ്യനഗരിയായ പ്രയാഗ്രാജിലെത്തി. ഒന്നിലധികം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പ്രയാഗ്രാജ് ജംഗ്ഷൻ, പ്രയാഗ്രാജ് ചോക്കി, അങ്ങനെ 2-3 അതിൽ പ്രയാഗ്രാജ് ചോക്കിലാണ് ഞങ്ങൾ വന്നെത്തിയത്. സ്ഥലത്ത് നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചധികം തണുപ്പുണ്ടായിരുന്നു. വന്നെത്തിയത് 3 മണി സമയമായതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കുറവാണ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഉള്ളതിനേക്കാൾ വളരെ കുറവാണ്. സ്റ്റേഷന് വെളിയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വഴിയറിയാതെ സ്തംഭിച്ചുപോയി. എങ്ങോട്ട് പോകണം എന്നറിയില്ല. അങ്ങനെ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കണ്ട് ഒരു ഊഹത്തിന്റെ വേളി അങ്ങോട്ട് പോയി. സ്റ്റേഷന് വെളിയിലേക്ക് കടന്നപ്പോൾ എങ്ങോട്ട് പോകണം എന്ന ആശങ്കയായി. വഴിയറിയില്ല. ഓട്ടോക്കാരാണെങ്കിൽ ചോദിക്കുന്ന പൈസ വളരെ കൂടുതലാണ്. സ്റ്റേഷനിൽ നിന്നും പതുക്കെ നടന്ന് വെളിയിലേക്ക് നീങ്ങി. ഒരു ചെറിയ മെയിൻ റോഡ് കിട്ടി. ശരി, നടന്നു പോകാം. മാപ്പിട്ടു. ദൂരം വളരെ കുറവാണ്, ഒരു 10 കിലോമീറ്റർ നടക്കാം എന്നുള്ളൊരു നിശ്ചയത്തോടെ നടന്നു നീങ്ങി. അപ്പോഴാണ് ഒരു ഓട്ടോ ഡ്രൈവർ വന്ന് വിളിച്ചു. ഭായ് കിധർ ജാനായ. ശരി, എന്നാൽ ഓട്ടോയിലാവാം ഈ യാത്ര എന്ന് വിചാരിച്ചു. 10 കിലോമീറ്റർ അല്ലേ, ഓട്ടോയിൽ പോകാം. അങ്ങനെ ഓട്ടോയിൽ കയറി. വളരെ തുച്ഛമായ റേറ്റ് ആണ് അവർ ചോദിച്ചത്, 50 രൂപ. ശരി, എന്നാൽ ഓട്ടോയിൽ തന്നെ ആവാമെന്ന് ദൃഢനിശ്ചയത്തോടെ ഓട്ടോയിൽ കയറി. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എങ്ങനെയാണ് പോകേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് സ്നാനം ചെയ്യാൻ നല്ലത്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ വ്യക്തമായി വളരെ കൃത്യതയോടെ പറഞ്ഞു തന്നു. നിങ്ങൾ നേരെ ചെന്ന് വിടുന്ന ഒരു ലെവൽ വരെ മാത്രമേ ഓട്ടോ പോവുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ നടക്കണം. ഈ യാത്രയിൽ കിലോമീറ്ററോളം നടക്കണം എന്ന നിശ്ചയത്തിലാണ് വന്നത്. പിന്നെന്താ, നടക്കാം നമുക്ക് എന്നുള്ള നിശ്ചയത്തോടെ ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു കവാടത്തിന് മുന്നിൽ ഞങ്ങളെ ഇറക്കി. എന്നിട്ട് പറഞ്ഞു, നേരെ നടക്കൂ, അവിടുന്ന് പല ക്രോസിംഗ് ബ്രിഡ്ജുകൾ ഉണ്ടാവും, അതുവഴി നിങ്ങൾക്ക് പോകാം. അതും പറഞ്ഞ് അദ്ദേഹത്തിന് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നടക്കാൻ തുടങ്ങി. സമയം 3:30 ആയിരിക്കുന്നു. പുലർച്ചെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആളുകൾ വളരെ കുറവായിരുന്നു. ചിലർ കാറുകളിലാണ് വന്നത്. കാറുകൾ യമുന തീരത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ നടന്നു പോകുന്നു. വളരെ ഭംഗിയേറിയ കവാടങ്ങളും കണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു. യമുന തീരം ചുറ്റിക്കറങ്ങി. ശരി, എങ്കിൽ സംഗമസ്ഥാനത്തിലേക്ക് പോകാം എന്നുള്ള നിശ്ചയവുമായി നടന്നു തുടങ്ങി. ഇരു സൈഡുകളിലും വളരെ വ്യത്യസ്തമായ ഭാഷയിൽ, ഹിന്ദിയാണ് എങ്കിലും വളരെ വ്യത്യസ്തമായാണ് അവർ എഴുതി വെച്ചിരുന്നത്. അതെല്ലാം കണ്ടാസ്വദിച്ച് പതുക്കെ നടന്നു തുടങ്ങി. പല രാജ്യങ്ങളുടെയും കൊടികൾ അവിടെ പാറി പറക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഒന്നൊന്നായി കണ്ട് രസിച്ച് വീണ്ടും നടന്നു തുടങ്ങി. വളരെയധികം കിലോമീറ്ററുകൾ നടന്നു നീങ്ങി. ഒന്നൊന്നായി പാലങ്ങളെല്ലാം ക്ലോസ് ആയിരുന്നു. അവിടെ സെക്യൂരിറ്റിയായി ആർമി ഓഫീസേഴ്സും പോലീസുകാരും ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, സർ, എങ്ങനെയാണ് ക്രോസ് ചെയ്യാൻ പറ്റുക? അവർ പറഞ്ഞു, മുമ്പോട്ട് നടന്നോളൂ, ഒരേ ഒരു ബ്രിഡ്ജ് മാത്രമാണ് പുലർച്ചെ ഓപ്പൺ ഉള്ളത്, നേരെ നടന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ നടന്നു നീങ്ങി. എവിടെയാണ് പാലം എന്നറിയില്ല എങ്കിലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട്, സ്വാമിമാരുടെ മഠങ്ങൾ കണ്ട്, പലതരത്തിലുള്ള ആൾക്കാരെ കണ്ട് നടന്നു. മണിക്കൂറുകളുടെ നടക്കത്തിന് ശേഷം ഒരു പാലം കിട്ടി. ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്ത് നേരെ സംഗമസ്ഥാനത്തിലേക്ക് വെച്ചുപിടിച്ചു. എപ്പോൾ വന്നു ചേരുമെന്നറിയില്ല, എങ്കിലും മണിക്കൂറുകളുടെ നടത്തം, കാൽവേദന, ശരീരവേദന ഇതൊന്നും മനസ്സിനെ തളർത്തിയില്ല. കാരണം പുണ്യസ്നാനം മാത്രമായിരുന്നു ലക്ഷ്യം. നടന്നുകൊണ്ടേയിരുന്നു. പോകുന്ന വഴിയിൽ എന്നാൽ ഒരു അല്പസമയം വിശ്രമിച്ച് പ്രഭാത കർമ്മങ്ങൾ ചെയ്യാം എന്നൊരു പ്ലാനായി മുറികൾ അവർ സെറ്റ് ചെയ്തിരുന്നു. എങ്കിലും ഒന്നും അത്ര ശുചിയായി ഞങ്ങൾക്ക് തോന്നിയില്ല. ശരി, എന്നാൽ പ്രഭാത കർമ്മങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് രാവിലെ പല്ല് തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കണ്ട ഒരു പൈപ്പിന്റെ മുമ്പിൽ പോയി രാവിലത്തെ പല്ലുതേപ്പ് നടത്തി. അങ്ങനെ പല്ലുതേപ്പും കഴിഞ്ഞ് ഞങ്ങൾ നടന്നു തുടങ്ങി. വളരെ വ്യത്യസ്തമായ കൂടാരങ്ങൾ, ലൈറ്റുകൾ പിടിപ്പിച്ചും കോസ്റ്റ്ലിയായ ടെന്റുകളും എല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കാറുകളെല്ലാം കൂടാരങ്ങൾക്ക് സൈഡുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ഏകദേശം 6:30 ആയപ്പോഴേക്കും സംഗമസ്ഥാനത്തെത്തി. സ്നാനം ചെയ്യാൻ തുടങ്ങി. ഞാനും എന്റെ സഹോദരനും, ഞങ്ങൾ 2 പേരും സ്നാനം ചെയ്തു.
ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുമ്പോൾ മനസ്സിൽ നമ്മുടെ കുടുംബത്തിനെയും എല്ലാരെയും ആലോചിച്ച് ഓർത്ത് സ്നാനം ചെയ്താൽ അവർക്കും ആ പുണ്യം കിട്ടും എന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഈ സ്നാനം പൂർത്തിയാക്കി. അങ്ങനെ ഞങ്ങളുടെ സ്നാനം പൂർത്തിയാക്കിയതിനു ശേഷം അവിടെയെല്ലാം നടന്നു കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ആളുകളുടെ കുത്തൊഴുക്ക് തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്നാനത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുമ്പോഴേക്കും സൂര്യോദയമായിരുന്നു. അങ്ങനെ പല കാഴ്ചകളും കണ്ട് മണിക്കൂറുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പുലാത്തിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടെ നിന്നും ബഡേ ഹനുമാൻ മന്ദിറിലേക്ക് യാത്ര തിരിച്ചു. ഈ പ്രയാഗ്രാജ് നഗരിക്ക് മേലിലൂടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവറിന്റെ മേലിൽ നിന്നുമുള്ള കാഴ്ചകൾ വളരെ സുന്ദരമായിരുന്നു. പലതരത്തിലുള്ള കൂടാരങ്ങളും പലതരത്തിലുള്ള മനുഷ്യരെയും പലതരത്തിലുള്ള സ്വാമിമാരെയും പലതരത്തിലുള്ള അഘോരികളെയും കണ്ടു. അങ്ങനെ അതേയും കണ്ട് ഞങ്ങൾ ബഡേ ഹനുമാൻ മന്ദിറിലേക്ക് യാത്ര തിരിച്ചു. ബഡേ ഹനുമാൻ മന്ദിർ എന്നല്ല ശരിക്കും അതിന്റെ പേര്, ലേറ്റെ ഹുവേ ബഡേ ഹനുമാൻ മന്ദിർ. അവിടെ ആഞ്ജനേയ സ്വാമിയുടെ കിടക്കുന്ന ഒരു ശില്പമാണ്. ശില്പം എന്നല്ല, നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം വിഗ്രഹം എന്നാണ് പറയുന്നത്. കിടക്കുന്ന ഹനുമാന്റെ വിഗ്രഹം. വളരെ സുന്ദരമായ ഒരു അമ്പലമായിരുന്നു അത്. അതിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു. മണിക്കൂറുകളോളം വീണ്ടും നടന്നു. പലതരത്തിലുള്ള സ്വാമിമാരെ കണ്ടു. അതിൽ വളരെ വ്യത്യസ്തമായി തോന്നിയത് പാമ്പുകളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വാമിമാരെയായിരുന്നു. അവർ ഭിക്ഷയാചകരാണ്. എങ്കിലും അവർ പറയുന്നത് പാമ്പിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന നടക്കുന്ന ശിവന്റെ അവതാരമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ലേറ്റെ ഹുവേ ഹനുമാൻ മന്ദിർ വന്നെത്തി. വളരെ തിരക്കായിരുന്നു. മൊത്തം 2 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് മുൻവശവും ഒന്ന് പിൻവശവും. തിരക്കുകൾ കാരണം മുൻവശം എക്സിറ്റ് മാത്രമാക്കി. ഞങ്ങൾ പിൻവശത്തു കൂടി അമ്പലത്തിനുള്ളിലേക്ക് കടന്നു. തിരക്ക് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ തിരക്കിനിടയിൽ തള്ളി ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി. അങ്ങനെ ആഞ്ജനേയ സ്വാമിയുടെ ദർശനം നടത്തി. പുണ്യസ്നാനത്തിന് ശേഷം ആഞ്ജനേയ സ്വാമിയുടെ ദർശനം നടത്തണം എന്നാണ് വിശ്വാസം. ആ വിശ്വാസം നമ്മളായിട്ട് എന്തിനാണ് തെറ്റിക്കുന്നത്? അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ദർശനത്തിന് ശേഷം ഞങ്ങൾ പ്രയാഗ്രാജ് ജംഗ്ഷനിലേക്ക് യാത്ര തിരിച്ചു. ഇനിയും അടുത്ത യാത്ര കാശിയിലേക്കാണ്. പല പേരുകളാണ് കാശിക്കുള്ളത്: കാശി, വാരണാസി, ബനാറസ്. ഇനിയുള്ള യാത്ര വിശ്വനാഥന്റെ മണ്ണിലേക്കാണ്. കാശി വിശ്വനാഥന്റെ മണ്ണിലേക്ക്. അദ്ദേഹത്തെ ഒന്ന് കണ്ട് ചെയ്ത പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമാക്കാൻ ഒരു യാത്ര. കാശിക്ക് മൊത്തം 3 പേരാണുള്ളത്. ഒന്ന് കാശി, മറ്റൊന്ന് വാരണാസി, ഇനിയൊന്ന് ബനാറസ്. കാശി എന്ന പേര് വന്നത് ഒരു സംസ്കൃത വാക്കിൽ നിന്നാണ്. കാശി അതിനർത്ഥം ടു ഷൈൻ, തിളങ്ങുക എന്നാണ്. മറ്റൊരു പേര് വാരണാസി. വാരണാസി എന്ന പേര് വരാൻ കാരണം കാശിയുടെ ഒരു പക്കം വരുണ എന്ന പേരുള്ള ആറും മറ്റൊരു പക്കം അസി എന്ന പേരുള്ള ആറുമാണ് ഒഴുകുന്നത്. ഈ 2 സൈഡിലും ഈ 2 ആറുകൾ ഒഴുകുന്നതിനാലാണ് വാരണാസി എന്ന പേര് വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മൂന്നാമതായി ബനാറസ് എന്ന പേര് മുഗൾ ചക്രവർത്തിയായ അക്ബർ വാരണാസിയെ മാറ്റിക്കൊണ്ട് ബനാറസ് എന്ന് വിളിച്ചു. ഇങ്ങനെയാണ് കാശിക്ക് ഈ 3 പേരുകൾ ഉള്ളത്. ഇനിയും കാശിയുടെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.